മച്ചമാരെ ഞാനും എൻ്റെ മുളിച്ചാട്ടനും കൂടെ ഞങ്ങളുടെ ചോന്ന വണ്ടിയിൽ ഇങ്ങനെ ഞങ്ങളുടെ പോകണമെന്നറിയോ ഞങ്ങളൊരു സിനിമ കാണാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് നട്ടുച്ചയ്ക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വൈകിട്ട് 5 മണിയുടെ ഷോയ്ക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ കിടന്നുറങ്ങി. പക്ഷേ ഉണർന്നപ്പോഴത്തേനും 4:45 എന്നാൽ പിന്നെ 6 മണിയുടെ ഷോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 5:50 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നിട്ട് ഞങ്ങൾ സ്പീഡിൽ പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ് നമുക്ക് സിനിമ കാണാം. പണ്ടാറടങ്ങാൻ ആ സമയത്ത് ഞങ്ങൾ സിഗ്നലിൽ പെട്ടുപോയി. ഗായ്സ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓൾറെഡി നമ്മൾ സിനിമയ്ക്ക് 10 മിനിറ്റ് ലേറ്റ് ആണെന്ന് കരുതി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മോത്തി പശു ചാണകം ഇടുന്ന എക്സ്പ്രഷൻ വരുന്നത്. യുനോ വൈ? മാസങ്ങൾക്ക് ശേഷം ഞാനൊരു മഴ കാണുകയായിരുന്നു സുഹൃത്തുക്കളെ, മഴ കാണുകയായിരുന്നു. എന്നിട്ട് നമ്മൾ തിയേറ്ററിന് മുന്നിലെത്തി. ഉള്ളിൽ പോയി 5 റുപ്യ കൊടുക്കേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ ഭർത്താവ് തിയേറ്ററിന് മുന്നിൽ സ്കൂട്ടി നിർത്തി ഞങ്ങൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് ഷോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മുൾച്ചേട്ടൻ എവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും ആ സിനിമ പ്രാന്ത ഭാര്യ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് നമ്മൾ കയറിയപ്പോഴത്തേനും ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ എൻ്റെ മുള്ളിട്ടും കുറച്ച് നേരം കുളിച്ചു. ഞങ്ങൾ സിനിമ കണ്ടു. ഇൻ്റർവെല്ലിനടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുള്ളിച്ചേട്ടൻ പോയിട്ട് അത് എന്നൊക്കെ പറഞ്ഞ് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് 2 മുട്ട പപ്സും ഒരു മിച്ചറും വാങ്ങിച്ചു തന്നു. എന്നിട്ട് ഞങ്ങളതിൽ നിന്ന് തിന്നു. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാൻ? ഗെറ്റ്സ് ബേബി ആയിരുന്നു നമ്മളുടെ സിനിമ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കരുത്, എനിക്കൊന്നും പറയാനില്ല. പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും എന്തൊക്കെ എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിക്കുന്നു. മുള്ളിച്ചേട്ടൻ ചിരിച്ചു തരുന്നു. പിന്നെ അപ്പോഴേക്കും എനിക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളിൽ കയറി. സ്മാർട്ട് ബസാർ പാലക്കാട് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. അല്ലാണ്ട് ഇപ്പോൾ എന്താ? ഓക്കെ ബൈ, സി യു.